ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MP ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് ബട്ടറിൻ്റെ തൈയാണ്. നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ തൈ നടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിയെടുക്കണം. നടാനുള്ള കുഴി റെഡിയായിട്ടുണ്ട്. 2 അടി വീതിയും 2 അടി ആഴത്തിലും. ഇത്തൽപ്പൊടിയാണ് ഇടുന്നത്. മണ്ണിൻ്റെ അസിഡിറ്റി ബാലൻസ് ചെയ്ത് തൈകൾ പെട്ടെന്ന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തൽപ്പൊടി ചേർക്കുന്നത്. അതിനുശേഷം മണ്ണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കരിയിലിട്ട് കൊടുക്കുന്നത്, കരിയിൽ ചേർക്കുന്നത് മണ്ണിൽ കാർബണിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഇടുന്നത് കമ്പോസ്റ്റാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഉണക്കച്ചാണകമാണ്. അടുത്തത് കോഴിവളമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഈ വളങ്ങളൊക്കെ നല്ലതുപോലെ മണ്ണിട്ട് മൂടുക. നമ്മുടെ തൈ നടാനായിട്ട് സെൻട്രലായിട്ട് നമ്മളൊരു കുഴി എടുക്കണം. അപ്പോൾ നമ്മൾ തൈ നടാൻ പോവാണ്. ബഡ് ചെയ്ത തൈയാണ് നടുന്നതെങ്കിൽ മണ്ണിടുമ്പോൾ ബഡ് കൂടാത്ത രീതിയിൽ വേണം മണ്ണിടാൻ. ഏതൊരു തൈ നടുവാണെങ്കിലും ഇതുപോലെ 2 അടി വീതിയിലും 2 അടി ആഴത്തിലും വേണം കുഴിയെടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വേരുകൾ പെട്ടെന്ന് ആഴ്ന്നിറങ്ങാനും വളങ്ങളൊക്കെ വലിച്ചെടുത്ത് നല്ല വളർച്ച തുടക്കത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിന് ഒരു വളവും കൊടുക്കേണ്ടതില്ല. ചില ആളുകൾ പറയാറുണ്ട് തൈ നട്ടിട്ട് എത്ര വളം കൊടുത്തിട്ടും വളർച്ച കിട്ടുന്നില്ല എന്നൊക്കെ. അതിന് കാരണം ഉറച്ച മണ്ണാണെങ്കിൽ വേരുകൾക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റാത്തതും അടിവളം ഇല്ലാത്തത് കൊണ്ടുമാണ്. എന്നിട്ട് തൈയിൻ്റെ അടിവശത്ത് പുതയിട്ട് നനച്ചു കൊടുക്കുക. പുതയിടുന്നത് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ്.